ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇവിടെ കളങ്കാവൽ കളം നിറഞ്ഞാടുകയാണ്. 24 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒഫീഷ്യലായി മമ്മൂട്ടി കമ്പനി തന്നെ 23 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു. സിനിമ 83 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ. 83 കോടി പ്ലസ് ഗ്ലോബൽ ബോക്സ് ഓഫീസാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഗംഭീരമായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരിക്കലും ഒരു പ്രേക്ഷകരും പ്രതീക്ഷിക്കാത്തതാണ്. നിരന്തരമായി മമ്മൂക്കയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരുന്നു, അതുകൊണ്ട് ഇട്ടതാണെന്നല്ല, ഒരുപാട് ശ്രമിച്ചിരുന്നു അത് വരുമോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു, 0 പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇവിടെ അത് അദ്ദേഹം ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 85 കോടിയുടെ ഒരു പോസ്റ്റർ കൂടിയാണ്. തീർച്ചയായും ഈ ഒരു സിനിമ അതും കടന്ന് മുന്നോട്ട് പോകും, 90 കോടി എത്തുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടി കടന്നിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനും ഒപ്പം നിരവധി ഹൗസ്ഫുൾ ഷോകളും ഉണ്ട് എന്നുള്ളതും മറക്കണ്ടാത്ത കാര്യം തന്നെയാണ്. ഒരിടത്ത് മമ്മൂട്ടി കമ്പനിക്ക് തെറ്റുപറ്റി, ഒന്നല്ല പലയിടത്ത് തെറ്റുപറ്റിയെന്ന് തന്നെ പറയാം. ഇക്കുറി 27-ന്, അതായത് നവംബർ 27-നാണ് ഇറക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഇപ്പോൾ 100 കോടിയുടെ ഒരു പോസ്റ്ററുമായി മമ്മൂട്ടി ഞെളിഞ്ഞു നിൽക്കേണ്ട ഒരവസരമായിരുന്നു. അവിടെ ആദ്യത്തെ പാളിച്ച. 2, ഈ ഒരു സീസണിൽ, അതായത് ക്രിസ്മസ് സീസണിൽ 500 ഷോ എങ്കിലും പിടിച്ചു നിർത്താൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതും ഉണ്ടായില്ല. പക്ഷേ ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ടും മാത്രം സിനിമയ്ക്ക് 100 ഷോയിൽ നിന്ന് 140 ഷോയിലേക്ക് എത്തേണ്ട ഒരവസ്ഥ വരികയും ചെയ്തു എന്നുള്ളതാണ്. അവിടെയും മികച്ച രീതിയിൽ 35-38% ഒക്യുപ്പൻസി തിയേറ്ററിൽ ലഭിക്കുന്നുണ്ടെന്നും നമുക്ക് ഓർത്തോളുക. ഇവിടെ വേൾഡ് വൈഡായിട്ട് സിനിമ 83 കോടി നേടിയപ്പോൾ 40 കോടിയോളമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 7 കോടിയും കടന്നിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസത്തിൽ സിനിമ 84 കോടി കടന്ന് മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമായി മാറിയിരുന്ന കണ്ണൂർ സ്കൂളിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ ഈ ഒരു സിനിമ തകർക്കുമെന്നുള്ളതാണ്. കൂടി വന്ന 2 അല്ലെങ്കിൽ 3 ദിവസം, അതിനിടയിൽ ഈ ഒരു കളക്ഷൻ റെക്കോർഡ് തകർക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 84 കോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് 83 കോടി 80 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അങ്ങനെ തന്നെയായിരുന്നു.